ഫ്രഷ് കട്ട് ഉടമകളുടെ സാമ്പത്തിക സഹായത്താൽ നടന്ന പരിപാടിയിൽ DIG യതീഷ് ചന്ദ്ര പങ്കെടുത്ത വിവാദത്തിൽ ഫ്രഷ് കട്ട് ഉടമയും DIGയും ഒരു വാഹനത്തിൽ കയറി പോകുന്ന ദൃശ്യം മീഡിയ വണ്ണിൽ ലഭിച്ചു. ഇത് ഫ്രഷ് കട്ട് ഉടമകളും DIGയും തമ്മിലെ അവിശുദ്ധ ബന്ധത്തിന് തെളിവാണെന്ന് സമരസമിതി ആരോപിക്കുന്നു. കണ്ണൂർ പയ്യന്നൂരിൽ നടന്ന അഡ്വഞ്ചർ കാർ റേസിംഗിലാണ് ഫ്രഷ് കട്ട് ഉടമകളും യതീഷ് ചന്ദ്രയും പങ്കെടുത്ത് ഫ്രഷ് കട്ട് വിരുദ്ധ സമരം സംഘർഷത്തിലേക്ക് വഴിമാറിയതിന് പിന്നിൽ യതീഷ് ചന്ദ്രയാണെന്നാണ് സമരസമിതിയുടെ ആരോപണം. ടി നന്ദഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. നന്ദു, എന്താണ് ഈ ദൃശ്യത്തിലുള്ളത്? നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട സമരസമിതി നേതാക്കളുടെ ഉൾപ്പെടെ വീട്ടിൽ പോലീസ് പുലർച്ചെ ഉൾപ്പെടെ എത്തുന്നു, വീണ്ടും ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നു എന്നുള്ള കാര്യം. ഇതുമായി ബന്ധപ്പെട്ട സമരസമിതി നേതാക്കൾ തന്നെ പറയുന്നത് ഈ DIG ആയ യതീഷ് ചന്ദ്രയും അതോടൊപ്പം തന്നെ ഫ്രഷ് കട്ട് ഉടമകളും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയും ചെയ്യുന്നത്. പയ്യന്നൂരിൽ നടന്ന ഒരു അഡ്വഞ്ചർ റേസിംഗുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ യതീഷ് ചന്ദ്രയും അതോടൊപ്പം തന്നെ ഫ്രഷ് കട്ട് ഉടമകളും ഒരുമിച്ച് പങ്കെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ ഫ്രഷ് കട്ട് ഉടമ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം താൻ ഈ സ്പോർട്സ് സൊസൈറ്റി പ്രസിഡന്റ് ആയിട്ടാണ് അതിൽ പങ്കെടുത്തത്, അല്ലാതെ ഫ്രഷ് കട്ട് ഉടമയായിട്ടല്ല. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ അത്തരത്തിലൊരു മറ്റ് പ്രചരണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഫ്രഷ് കട്ട് ഉടമ മീഡിയ വണ്ണിനോട് തന്നെ പറയുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം സമരസമിതി ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ തന്നെ ഇവർ തമ്മിൽ ഇത്തരത്തിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തങ്ങൾക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പോലീസ്. അതോടൊപ്പം തങ്ങളുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ ഇങ്ങനെ പ്രശ്നങ്ങളുമായി പോലീസ് വരുന്നതിന് ഈ അവിശുദ്ധ ബന്ധമാണ് കാരണം എന്നുള്ളതാണ് സമരസമിതി നേതാക്കൾ തന്നെ പറയുന്ന കാര്യം. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകാൻ കൂടെ ഈ ഫ്രഷ് കട്ട് സമരസമിതി നേതാക്കൾ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് ഈ നടപടികളുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് രൂപം നൽകുമെന്നുള്ളതാണ് ഇവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ശരി, ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.